ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി അബ്രോഡ് വിത്ത് ഡോക്ലിങ്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ UK 2026 ജാനുവരി ഇൻടേക്കിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ UK പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇനി മാറ്റങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ വീഡിയോക്ക് പോണതിന് മുന്നേ നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി അബ്രോഡിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ടുകളും ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ അതിനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ അതിൽ കയറി ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ സാലറി ത്രെഷോൾഡിന്റെ കേസിലാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ പഠനം കഴിഞ്ഞ് ഒരു സ്കിൽഡ് വർക്കർ വിസയ്ക്ക് എടുക്കുമ്പോൾ മിനിമം 40,000 പൗണ്ടെങ്കിലും വേണം. അപ്പോൾ അത് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സ്കിൽഡ് വർക്കർ വിസയ്ക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സെറ്റിൽമെന്റിന്റെ കേസിൽ അവിടെ ഒരു പ്രശ്നം വരും. പിന്നെ വരുന്നതാണ് നമ്മുടെ ഡിപ്പെൻഡന്റിനെ കൊണ്ടുപോകല്. അതായത് ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റ് വിസയിലാണെങ്കിൽ ഡിപ്പെൻഡന്റ് അലൗഡ് അല്ല ഇനി UK. അതുപോലെ തന്നെ ഇനിയിപ്പോ കൊണ്ടുപോകാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഒരു IELTSന്റെ റിക്വയർമെന്റ്സ് ഇനി വരാൻ പോകുന്നുണ്ടെന്നാണ് കേൾക്കണേ. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ PSW ടൈം പീരീഡ് ആണ്. അതായത് ഇതുവരെ നമുക്ക് 2 ഇയർ PSW സ്റ്റാറ്റസ് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോ അത് കട്ട് ഷോർട്ട് ചെയ്ത് 1.5 വർഷത്തേക്ക് മാറ്റാൻ പോവാണ്. അപ്പൊ അതും ഇനി നമുക്കൊരു പ്രശ്നമായിട്ട് വരും. പിന്നെ വരാൻ പോകുന്ന മേജർ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ കെയർ വിസയിലാണ്. അതായത് ഇപ്പൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പഠനം കഴിഞ്ഞ് നമുക്കൊരു കെയർ വിസയ്ക്ക് മാറാൻ പറ്റിയായിരുന്നു. പക്ഷെ ഇനി വരുന്ന സ്റ്റുഡൻസിന് അങ്ങനെ പോസിബിൾ ആയിരിക്കില്ല എന്നാണ്. അതായത് ഇപ്പൊ ഓൾറെഡി ഉള്ള UK സ്റ്റുഡൻസിന് മാത്രമേ കെയർ വിസയ്ക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കും ഇനി ഒരു ജോലി ആ കെയർ ഫീൽഡിൽ കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. പിന്നെ വരാൻ പോകുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിൽമെന്റ് സ്റ്റാറ്റസിലാണ്. അതായത് ഇപ്പോൾ എന്ന് വെച്ചാൽ UK ഒരു 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൽമെന്റ് സ്റ്റാറ്റസിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 6ാമത്തെ വർഷം നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇനി വരാൻ പോകുന്ന ചേഞ്ച് ചെയ്ത് ഒരു 10 വർഷം കഴിഞ്ഞാലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും നമുക്ക് സെറ്റിൽഡ് ആവാനുള്ള കേസിൽ ചലഞ്ചബിൾ ആണ്. ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മുടെ UK ഇപ്പോഴും വൺ ഓഫ് ദ ടോപ്പ് കൺട്രി ആണ് നമ്മുടെ സ്റ്റഡി അബ്രോഡിന് വേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ UK യൂണിവേഴ്സിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ വെൽ റെക്കഗ്നൈസ്ഡ് ആണ്. അത് പക്ഷെ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യരുത്. അത് നിങ്ങൾക്കൊരു ജോലി കിട്ടാനും അവിടെ സെറ്റിൽമെന്റ്സിനും ഒക്കെയും പ്രശ്നങ്ങളാവും. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള കോഴ്സുകൾ നോക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ബാച്ചിലേഴ്സ് ആണ് നോക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്, അതുപോലെ നഴ്സിംഗ് ഫീൽഡ്, ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ നല്ല രീതിയിൽ ജോലി കിട്ടും. പക്ഷെ ഒരു ബിസിനസ് രീതിയിലോ അല്ലെങ്കിൽ ഒരു BCom അങ്ങനത്തെ കോഴ്സുകളൊക്കെ എടുക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ജോലി കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാസ്റ്റേഴ്സ് ആണ് ചൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു റിലേറ്റഡ് കോഴ്സ് ചൂസ് ചെയ്യണം. അതായത് നിങ്ങളുടെ ബാച്ചിലേഴ്സ് കഴിഞ്ഞതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ കോഴ്സ് ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ BCom കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു MCOMോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുക. അല്ല ഇപ്പൊ ഒരു കോഴ്സ് ചേഞ്ച് വന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വിസ ഇന്റർവ്യൂ വരാനുള്ള ചാൻസസ് കൂടും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ UK 2026 ജാനുവരി ഇൻടേക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം.